ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പേര് സൗമ്യ എന്നാണ്. അപ്പോൾ ഇന്ന് ഞാനൊരു പുതിയ ഡിഷായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ എളുപ്പം തയ്യാറാക്കാൻ പറ്റിയൊരു പുതിയൊരു റെസിപ്പിയാണ്. വേറെ ഒന്നല്ല, നത്തോലി വെച്ചിട്ട് മീൻ പീരയാണ് ഇട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്കത് എങ്ങനെ ഉണ്ടാക്കണമെന്നൊന്ന് നോക്കിയിട്ട് വരാം. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഒന്ന് കിടക്കാം. ചൂളമടിച്ച് കറങ്ങി നടക്കും ചോലക്കുയിലിന് കല്യാണം. ഓ ഓ ആറ്റിലൊളിച്ച് കളിക്കുന്ന മീനെ ആറ്റുകളിവിലോളണ കാറ്റ്. ആറ്റിലൊളിച്ച് കളിക്കുന്ന നത്തോലി മീൻ പീര വെക്കാനായിട്ട് നത്തോലി 1/2 കിലോ, ഉപ്പ് ആവശ്യത്തിന്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണ്, ഇഞ്ചി വെളുത്തുള്ളി ആവശ്യത്തിന്, കറിവേപ്പില 2-3 തണ്ട്, ചെറിയുള്ളി പച്ചമുളകും ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കിയ നമ്മുടെ നത്തോലിയിലേക്ക് നമ്മൾ ഇഞ്ചി പച്ചമുളകും, അതായത് ഇഞ്ചി പേസ്റ്റും ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളിയും ആഡ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി 1 ടീസ്പൂണ് ആഡ് ചെയ്തു. ഇനി നമ്മൾ 2 പച്ചമുളകും ആവശ്യത്തിന് ഒരു 8 വെളുത്തുള്ളിയും കൂടി നീളത്തിൽ അരിഞ്ഞത് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കറിവേപ്പിലയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ 2-3 കുടംപുളി, കഴുകി വൃത്തിയാക്കിയ കുടംപുളി, അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്തു. പിന്നെ നമ്മൾ തേങ്ങ, 1/2 മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. 1/2 മുറി തേങ്ങ നന്നായിട്ട് അതിൽ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ ചീഞ്ചട്ടിയിലേക്ക് മാറ്റാനായിട്ട്. പിന്നെ ഇത് ചീഞ്ചട്ടിയിൽ വെച്ചിട്ടായാലും നമുക്ക് ഇതുപോലെ തന്നെ മിക്സ് ആക്കാം കേട്ടോ. ഞാനിവിടെ വേറൊരു പാത്രം എടുത്തുനിന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്കിത് ചീഞ്ചട്ടിയിലേക്ക് നന്നായിട്ട് കുറച്ച് നേരം വെക്കണം കേട്ടോ. കുറച്ച് നേരം വെച്ച് കഴിഞ്ഞ് ഉപ്പും മുളകൊക്കെ നന്നായിട്ട് പിടിക്കും. അപ്പോൾ ചീഞ്ചട്ടിയിലേക്ക് നമ്മളിത് മാറ്റാണ്. ചീഞ്ചട്ടിയിലേക്ക് മാറ്റുമ്പോൾ കുറച്ച് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിക്കുക. ആ പാത്രത്തിൽ തന്നെ നമ്മൾ വെള്ളം കൂടി ഒഴിക്കുക. ചിലപ്പോൾ ഇത് കുടംപുളി വെള്ളം കൂടി നമ്മൾ ഒഴിക്കാറുണ്ട്. ഇപ്പോൾ ഞാൻ കുടംപുളി വെള്ളം ഇപ്പോൾ ഒഴിക്കണില്ല. അതിന് പകരം സെപ്പറേറ്റ് ആണ് കേട്ടോ ഇവിടെ ചെയ്തേക്കുന്നത്. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ കുടംപുളി വെള്ളം കൂടി ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ വീഡിയോയിൽ കാണിക്കണ മാതിരി ആയാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇത് നല്ല ഹൈ ഫ്ലെയിമിൽ നമ്മൾ തീ കത്തിക്കുക കേട്ടോ. എന്നിട്ട് ഒന്ന് അടച്ച് വെച്ച് നന്നായിട്ട് ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തീ നന്നായിട്ട്, അതായത് തീ കൂട്ടി വെക്കണമെന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ തീ നന്നായിട്ട് കൂട്ടി വെക്കുക. ഇതുപോലെ നല്ലോണം ആവി വരാം. പതുക്കെ ഒന്ന് ചീഞ്ചട്ടി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. കയ്യിൽ തൊടരുത്, പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. വീഡിയോയിൽ കാണണ പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. മൂടി വയ്ക്കുക. പിന്നെയും നന്നായിട്ട് വേവിക്കുക. ഒരു 5-10 മിനിറ്റിനുള്ളിൽ നമ്മുടെ നത്തോലി മീനൊക്കെ ഒന്ന് എന്താ പറയുക, നന്നായിട്ട് വെന്ത് കിട്ടും. പിന്നെ ബാക്കിയുള്ള വെള്ളം വറ്റണം. ഈ കൊടുത്തിട്ടുള്ള വെള്ളം വറ്റണം. നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് പറ്റി ഏകദേശം ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വെള്ളം പറ്റണം. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് വെള്ളം വറ്റി നല്ല ആവി പറക്കുന്ന ചൂടിലുണ്ട്. നമുക്കിതൊന്ന് ടപ്പ് ചെയ്യാം. ഒന്നങ്ങോട്ട് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. കയ്യിൽ ഉപയോഗിക്കരുത്. കയ്യിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ മീനൊക്കെ ഇങ്ങനെ പൊടിഞ്ഞു പോകാനായിട്ട് സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് വെറുതെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറയ്ക്കുക. അത്രേ ഉള്ളൂ. ലാസ്റ്റ് ഫൈനൽ സ്റ്റേജിൽ നമ്മൾ കുറച്ച് എന്താ പറയുക, വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. കുറച്ച് വേപ്പില ഒഴിച്ച് കൊടുക്കുക. ഇത് സർവിങ് ഡിഷിലേക്ക് നമ്മൾ മാറ്റുക. ഇന്നിപ്പോൾ ഊണിനോടൊപ്പം ഞങ്ങൾക്ക് ഇതും കൂടിയാണ്. കണ്ടോ, ഇത്രയൊക്കെയാണ് ഇന്നത്തെ കറികളെന്ന് പറയുന്നത്. അപ്പം ഞാൻ കഴിച്ച് നോക്കട്ടെ കേട്ടോ. കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയാവേ. അപ്പോൾ വളരെ ടേസ്റ്റി ഉള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിഭവങ്ങൾ. നത്തോലി ഇങ്ങനെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. വേറൊരു റെസിപ്പി ആയിട്ട് വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ അണ്ടർ ദെൻ ഗുഡ് ബൈ, ടാറ്റാ.